കേരളത്തിൽ വർഗീയ പ്രസ്താവനകൾ നടത്തുന്നതിൽ ഏതാണ്ടൊരു ഒറ്റയാൻ യുദ്ധമാണല്ലോ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹപോരാളിയായി ഈ രംഗത്ത് നല്ല പ്രാവീണ്യമുള്ള ആളായിട്ടും PC ജോർജിനെ വയ്ക്കാൻ നിവൃത്തിയില്ല. കാരണം വെള്ളാപ്പള്ളിയുടെ പോരാട്ടം ക്രിസ്ത്യാനികൾക്കും കൂടി എതിരെയാണ്. ആ പ്രമാണിയുടെ ലക്ഷ്യം ഈഴവപ്പടയാണ്. പക്ഷേ ഇദ്ദേഹം സ്വരുക്കൂട്ടിയിരിക്കുന്ന പടക്കോപ്പുകൾ വെറും കളിക്കോപ്പുകൾ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെള്ളാപ്പള്ളിയുടെ കടുത്ത വർഗീയതയ്ക്ക് മറുപടി പറയാൻ മെനക്കെടുന്നില്ല. എന്നാൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്ന പ്രചാരണത്തെ ഖണ്ഡിക്കുന്ന ചില വസ്തുതകളുണ്ട്. അത് പറയും, പ്രചരിപ്പിക്കും. കേരളത്തിൽ മതാധിപത്യമാണ് എന്നതാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാന ആരോപണം. മുസ്ലിം ക്രിസ്ത്യൻ മതമേധാവികൾ സർക്കാരിനെ നിയന്ത്രിക്കുന്നു. അതുവഴി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം പോകുന്നത് ഈ മതവിഭാഗങ്ങൾക്കാണ്. ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ച് ഈഴവർക്ക് ഒന്നും കിട്ടുന്നില്ല. കേൾവിയിൽ തന്നെ അരോചകമായ അതിശയോക്തി അനുഭവപ്പെടുന്ന ഈ ആരോപണങ്ങളുടെ വാസ്തവമാണ് നമുക്ക് നോക്കേണ്ടത്. കേരളത്തിൽ സാമൂഹിക ശാസ്ത്ര രംഗത്ത് ഏറ്റവും മികച്ച പഠനങ്ങളിലൊന്നായി കണക്കാക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കേരള പഠനമാണ്. 2004 പുറത്തിറങ്ങിയ ആദ്യ പഠനം കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ഗവേഷണ മാതൃകയായി പരിഗണിക്കപ്പെട്ടു. അത് മുൻനിർത്തി സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ ഇടതുപക്ഷം തയ്യാറായി. ഇക്കഴിഞ്ഞ ജൂലൈ 16 കേരള പഠനം 2.0 പ്രകാശനം ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പത്തോളജി വിഭാഗം മുൻ മേധാവിയും ജനകീയാരോഗ്യ പ്രവർത്തകനുമായ ഡോക്ടർ KP അരവിന്ദന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ നട്ടാൽ കുരുക്കാത്ത നുണപ്രചാരണം വേദികൾ തോറും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിവേര് പിഴുതെറിയുന്ന പഠനം പുറത്തു വന്നു എന്നത് 2004 മുതൽ 2019 വരെയുള്ള 15 വർഷങ്ങളിലെ പഠനമാണ് ഇത്. നമുക്ക് ഈ പഠനത്തിലെ ഏറ്റവും പ്രധാനമായ നിഗമനങ്ങൾ പരിശോധിക്കാം. കേരളത്തിൽ സർക്കാർ ജോലികളിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഏത് സാമുദായിക വിഭാഗത്തിനാണ്? ഏറ്റവും കുറവ് പ്രാതിനിധ്യം ഏത് വിഭാഗത്തിനാണ്? വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ സിദ്ധാന്ത പ്രകാരം കേരളത്തിലെ മുസ്ലിങ്ങളാണ് സംവരണ തോത് അട്ടിമറിച്ച് പിന്നാക്ക വിഭാഗക്കാരുടെ അവസരങ്ങൾ പോലും തട്ടിയെടുക്കുന്നത്. എന്നാൽ കേരള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും കുറവ് പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്കാണ്. 2019 കേരളത്തിലെ ജനസംഖ്യയിൽ 27.3% മുസ്ലിങ്ങൾ. സർക്കാർ ജോലികളിൽ അവരുടെ പ്രാതിനിധ്യം പക്ഷേ 13.8%. അതായത് 98.2% കുറവ്. എന്നാലോ 31.2% ജനസംഖ്യയുള്ള ഹിന്ദു പിന്നാക്ക വിഭാഗത്തിൻ്റെ, ഈഴവർ അതിലാണല്ലോ ഉൾപ്പെടുന്നത്, പിന്നാക്ക വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം 33.6%. അതായത് 7.1% അധികം. ശ്രീ വെള്ളാപ്പള്ളി വർഗീയതയുടെ കരിമഷി തീണ്ടാത്ത കണ്ണുകൾ കൊണ്ട് കാണൂ. മുസ്ലിങ്ങൾക്ക് 98.2% കുറവ്, പിന്നാക്കക്കാർക്ക് 7.1% അധികം. ഇത് 2019 കണക്ക്. 2004 ഇതിലും മോശം. അന്ന് കുറവ് 136%. 2019 മുതൽ 2025 വരെയുള്ള 6 വർഷത്തിൽ ഈ കണക്ക് മുഴുവൻ അട്ടിമറിച്ച് മുസ്ലിങ്ങൾ കുതിച്ചു കയറി മുന്നിലെത്തിയെന്ന് വിശ്വസിക്കണോ നമ്മൾ? ഇതേ കണക്കിൻ്റെ മറുവശം നോക്കൂ. ജനസംഖ്യയിൽ 15.2% വരുന്ന ഹിന്ദു മുന്നാക്ക വിഭാഗത്തിന് സർക്കാർ ജോലികളിലെ പ്രാതിനിധ്യം എത്രയാണെന്നറിയാമോ? 26.7%. അതായത് 43% കൂടുതൽ. സർക്കാർ സർവീസിൽ സവർണാധിപത്യമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. എന്നാൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് 7.4%, പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് 28.1% കുറവാണ് പ്രാതിനിധ്യം. ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത കൂടി ഈ പഠനത്തിലുള്ളത് പറയേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ ജോലികളിലെ പ്രാതിനിധ്യക്കുറവിനെ അപേക്ഷിച്ച് വളരെ ഞെട്ടിക്കുന്നതാണ് മുസ്ലിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജോലികളിലുള്ള അനുപാതം. വെള്ളാപ്പള്ളി നടേശൻ ശ്രദ്ധിച്ചു കേൾക്കണം. കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജോലികളിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം 1.8%. അതായത് ജനസംഖ്യാനുപാതികമായി 1578% കുറവ്. എന്നാലോ
മുന്നാക്ക ഹിന്ദു വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം 123% അധികം. രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ പിന്നാക്കാവസ്ഥ പണ്ടേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വഴി അറിഞ്ഞിട്ടുള്ളവർക്ക് ഇതിൽ അതിശയകരമായി ഒന്നുമില്ല. രണ്ടാമതായി തൊഴിലില്ലായ്മയുടെ തോത് പരിശോധിക്കാം. 2019 ഡാറ്റ പ്രകാരം കേരളത്തിലെ ശരാശരി തൊഴിലില്ലായ്മ നിരക്ക് 12.5%. ഇതിലേത് വിഭാഗത്തിനാണ് തൊഴിലില്ലായ്മയുടെ തോത് ഏറ്റവും കൂടുതൽ? സംശയം വേണ്ട, മുസ്ലിം വിഭാഗത്തിൽ 18.2%. 2004 നിരക്കിൽ നിന്ന് 1.7% വർധന. എന്നാലോ ഹിന്ദു പിന്നാക്ക വിഭാഗത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയാണ് ചെയ്തത്. 14.3% നിന്ന് 13.6%. അവിടെയും ഹിന്ദു മുന്നാക്ക വിഭാഗമാണ് പുരോഗതി നേടിയിരിക്കുന്നത്. അവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 14.8% നിന്ന് 11.7% കുറയുകയാണ് ഉണ്ടായത്. മൂന്നാമതൊരു വിഷയം കൂടി, മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു എന്നൊരു അതിനീചമായ പ്രസ്താവന. അതിനോടൊപ്പം പെറ്റുകൂട്ടാൻ സമുദായത്തിലെ പെണ്ണുങ്ങളോട് ആഹ്വാനം. ഇങ്ങനെയൊരു അറുവഷണത്തരം കൂടി കോട്ടയം പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടത്തിയല്ലോ. കേരള പഠനം 2.0 ജനസംഖ്യാ കണക്കുകളിലെ മാറ്റം കൂടി പ്രതിപാദിക്കുന്നുണ്ട്. നോക്കൂ, ഹിന്ദു പിന്നാക്ക വിഭാഗത്തിലെ ജനസംഖ്യാ വളർച്ച 15 വർഷം കൊണ്ട് 28.5% നിന്ന് 31.2%, അതായത് 2.7%. മുസ്ലിം ജനസംഖ്യ കൂടിയത് 26.9% നിന്ന് 27.3% മാത്രം, അതായത് 0.4% മാത്രം. 2019 മുതൽ 25 വരെയുള്ള കാലത്ത് ഇതിനെ അട്ടിമറിക്കുന്ന ജനസംഖ്യാ വർധന ഉണ്ടായെന്ന് ചിന്തിക്കാൻ മൂഢരാണോ നമ്മൾ? മുസ്ലിം സ്ത്രീകളെയും ഹിന്ദു പിന്നാക്ക സ്ത്രീകളെയും ഒരുപോലെ അവഹേളിക്കുകയായിരുന്നു ഈ വസ്തുതാവിരുദ്ധമായ പരാമർശം കൊണ്ട് വെള്ളാപ്പള്ളി. ഇവിടെ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി 3 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ഒരു നോൺ സ്റ്റാർട്ടറാണ്. പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും കണക്കിലെടുക്കുന്നില്ല എന്നത് വ്യക്തമാണ്. അദ്ദേഹം തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ചതാണ് ചരിത്രവും. പക്ഷേ ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ സത്യമെന്ന് കരുതാൻ ആളുകളുണ്ട് ഇവിടെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ ആയാൽ. പൊതുവെ കേരളീയ സമൂഹം, പിന്നാക്ക വിഭാഗക്കാർ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം, മുസ്ലിമിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റങ്ങളെ സംശയത്തോടെ കാണുന്നവരാണ്. ക്രിസ്ത്യൻ പുരോഹിതർ ഉൾപ്പെടെ എൻഡോസ് ചെയ്ത് പൊതുബോധത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ ആരോപണങ്ങൾ എത്ര തന്നെ നിഷേധിച്ചാലും നിശേഷം തുടച്ചു നീക്കപ്പെടുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം കൂടി ചേർന്ന വടക്കേ മലബാറിലേക്ക് ചരിത്രപരമായ കാരണങ്ങളാൽ പ്രവാസി നിക്ഷേപങ്ങൾ വർദ്ധിച്ചതിനെയും അതിൻ്റെ ഭാഗമായുണ്ടായ സാമ്പത്തിക വികസനത്തെയും ദുരൂഹമാക്കി വെറുപ്പ് പ്രചരിപ്പിക്കാൻ കേരളത്തിൽ നടക്കുന്നത് ബോധപൂർവമായ ശ്രമമാണ്. അതിൻ്റെ അടിവേരറുക്കാൻ ഉത്തരവാദപ്പെട്ട സർക്കാർ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, VN വാസവൻ എന്ന സീനിയർ മന്ത്രി നടേശൻ്റെ തൊട്ടടുത്തിരുന്ന് പറയേണ്ടത് ധൈര്യപൂർവ്വം പറയുന്ന മഹാനാണ് വെള്ളാപ്പള്ളി എന്ന് പ്രശംസിക്കുന്ന അശ്ലീല കാഴ്ചയും കേരളത്തിന് കാണേണ്ടി വന്നു. വാസവനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ശ്വാസം കഴിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പ്രസംഗിച്ചു വന്ന നടേശനെ കുമാരനാശാനോട് പോലും താരതമ്യം ചെയ്ത് പ്രശംസാവാചകങ്ങൾ കൊണ്ട് മൂടിയ മുഖ്യമന്ത്രി ഉള്ളിടത്ത് ഇതൊക്കെ എന്ത്? പക്ഷേ ശ്രീനാരായണ തത്വങ്ങളിൽ വിശ്വസിക്കുകയും അത് പാലിച്ചു പോരുകയും ചെയ്യുന്ന മനുഷ്യരെ വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നിടത്താണ് നമ്മുടെ പ്രതീക്ഷ. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു നിർത്തും. മുസ്ലിങ്ങളെ പ്രിയ സഹോദരരായി ശ്രീനാരായണീയർ കാണുന്നു എന്നത് മാത്രമല്ല, കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് അനുകമ്പാ ദശകത്തിൽ പാടിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്മുറക്കാരായ മുനിവര്യർ ആ പൈതൃകം ആത്മീയമായും പിന്തുടരുന്നുണ്ട് എന്നതാണ്. ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താം. 100 ദൈവനാമങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. സ്വാമി മുനി നാരായണ പ്രസാദാണ് എഴുതിയത്. അദ്ദേഹം എഴുതിയതുകൊണ്ട് ഇതൊരു ഹിന്ദു ദൈവനാമങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണെന്ന് ധരിക്കേണ്ട. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന 100 ദൈവനാമങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം. എഴുതിയ സ്വാമി മുനി നാരായണ പ്രസാദ് നാരായണ ഗുരു പരമ്പരയിലെ സന്യാസി, നടരാജ ഗുരുവിൻ്റെയും ഗുരു നിത്യചൈതന്യയുടെയും ശിഷ്യൻ, നാരായണ ഗുരുകുല പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അധിപൻ. അല്ലാഹു എന്നതുൾപ്പെടെ 100 ദൈവനാമങ്ങൾ ഖുർആനിലുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു വേദാന്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ്
ഈ പുസ്തകത്തിലുള്ളത് എന്നാണ് സ്വാമി മുനി നാരായണ പ്രസാദ് പറയുന്നത്. അതായത് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാർ, യഥാർത്ഥ പിന്മുറക്കാർ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കാണുന്നത് പല മതസാരവും ഏകം എന്ന ഗുരുവാക്യത്തിലൂടെയാണ് എന്ന് നമ്മൾ അറിയാം. സത്യാനന്തര ലോകത്തിൻ്റെ ചന്തപ്പറമ്പിലാണ് നമ്മൾ. അടിസ്ഥാനമൊന്നുമില്ലാതെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും വിൽപ്പന ചരക്കാക്കിയിരിക്കുന്ന ചന്ത. അവിടെ വിൽക്കപ്പെടുന്ന വലിയൊരു ബലൂണാണ് വെള്ളാപ്പള്ളി നടേശൻ. സത്യത്തിൻ്റെ മുനവച്ച് ഒറ്റ കുത്തുകൊടുത്താൽ ഷഠയെന്ന് പൊട്ടിപ്പോകാവുന്ന ബലൂൺ.